കേട്ട്. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. ഇത്രയും ഞാൻ പറഞ്ഞതല്ലേ, ഇത്രയും പറഞ്ഞത് വെച്ചിട്ടൊന്ന് ശ്രദ്ധിക്കാൻ നോക്കി. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എന്താ? ഇപ്പൊ എഴുതി തന്നത് എന്തായിരുന്നു? വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്താ പഠിച്ചത്? പി ഈസ് ഈക്വൽ ടു പി എ പ്ലസ് എച്ച് റോ ജി. പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ആബ്സല്യൂട്ട് പ്രഷർ. പി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആകെ ഈ ഒരു ഡെറിവേഷൻ മാത്രമേ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളൂ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലാത്തവർക്ക് വേണ്ടി പറയുന്നത്. വിസ്മയ നോക്കിക്കേ, ഒരൊറ്റ ഡെറിവേഷൻ മാത്രമേ പി നോട്ട് ഇത് ഈ ഒരു ഡെറിവേഷൻ മാത്രമേ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളൂ. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്. ഡെപ്തിനനുസരിച്ച് പ്രഷറിന് എത്രത്തോളം വേരിയേഷൻ ഉണ്ടാവും, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് കൺക്ലൂഡ് ചെയ്തത്. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒന്ന് ഓർത്ത് വെച്ചേക്ക. പിന്നെ ഈ ചാപ്റ്റർ തൊട്ട് ഫോർമുലാസ് എഴുതി എനിക്ക് ഷീറ്റ് കാണണം. ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും കൊണ്ടുവരണം. എന്നാണോ ചാപ്റ്റർ തീരുന്ന അടുത്ത ക്ലാസ്സിൽ എനിക്ക് ഫോർമുലാസ് കിട്ടണം കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഇവിടെ എത്ര ഫോർമുലാസ് പഠിച്ച് അവിടെ തൊട്ട് എഴുതി പോയേക്കാം. സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്, അതായത് റിവിഷൻ ചെയ്യുമ്പോൾ എനിക്ക് എത്ര ചാപ്റ്റർ ഉണ്ടോ എല്ലാ ചാപ്റ്ററിന്റെ ഫോർമുലാസ് എഴുതിയത് കറക്റ്റ് ആയിട്ട് കിട്ടണം. ഓക്കെ, അപ്പൊ ഇന്ന് തൊട്ട് പോയിട്ട് എഴുതിക്കൊള്ളാം. ഓരോ ചാപ്റ്റർ ഒരു A4 എടുത്തിട്ട് കറക്റ്റ് ആയിട്ട്, അത് ബുക്കിൽ എവിടെയെന്ന് വെച്ചാൽ എഴുതിക്കോ, എനിക്ക് പ്രശ്നമില്ല. എല്ലാ ഫോർമുലാസും കറക്റ്റ് ആയിട്ട് വരാം. മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന ഹെഡിങ് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ പ്രോപ്പർട്ടീസ് സ്റ്റാർട്ട് ചെയ്ത് എവിടെന്നാ? ഫ്ലൂയിഡിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ ഫസ്റ്റ് പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞ ഏതാ? ഡെൻസിറ്റി പറഞ്ഞു. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്തായിരുന്നു? മാസ് ബൈ വോളിയം. അപ്പൊ ഫോർമുലയും എഴുതുന്ന അതിന്റെ സൈഡിൽ തന്നെ അതിന്റെ ഡയമെൻഷനും യൂണിറ്റും കൂടെ എഴുതി പോയേക്കാം. ഡയമെൻഷൻ ഓഫ് ഡെൻസിറ്റി, അതുപോലെ തന്നെ യൂണിറ്റ് എഴുതി പോയേക്കാം. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? ഡെൻസിറ്റി പഠിച്ച്, പ്രഷർ എന്താണെന്ന് പഠിച്ച്. പിന്നെ അത് പ്രഷറും ഡെൻസിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. നീ ഉറങ്ങിപ്പോയതാണ്. ഓക്കെ, പ്രഷറും ഡെൻസിറ്റി ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ജസ്റ്റ് അത് സൈഡിൽ എഴുതി പോയാൽ മതി. പിന്നെ അടുത്ത ഇക്വേഷൻ എഴുതാം, വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത്, അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ വിത്ത് ഫ്ലൂയിഡ് കോളം. അങ്ങനെയാണ് പുതിയ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്നത്. പഴയ ടെക്സ്റ്റിലാണ് പ്രഷർ വേരിയേഷൻ വിത്ത് ഡെപ്ത് എന്ന് പറഞ്ഞേക്കുന്നത്. രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. വേരിയേഷൻ ഓഫ് പ്രഷർ വിത്ത് ഡെപ്ത് അല്ലെങ്കിൽ പ്രഷർ വേരിയേഷൻ വിത്ത് ഫ്ലൂയിഡ് കോളം. ആ രണ്ട് രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതാണ് ഇക്വേഷൻ എഴുതേണ്ടത്. പി എന്ന് പറഞ്ഞാൽ അബ്സല്യൂട്ട് പ്രഷർ, പി എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ, പിന്നെ എച്ച് റോ ജി. പി എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആണ് നമ്മൾ പറഞ്ഞത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താ? പ്രഷർ എക്സേർട്ടഡ് ബൈ ദ അറ്റ്മോസ്ഫിയർ അറ്റ് ദ സീ ലെവൽ. ഇനി 1 അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറഞ്ഞാൽ എത്രയാണെന്ന് നമ്മൾ പഠിച്ചത്? 1.01 into 10⁵ പാസ്കൽ. ഇതാണ് നമ്മൾ പഠിച്ചത്. ഇനി ഈ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസ്, അതിന്റെ പേരെന്താണെന്ന് അറിയോ? ബാരോമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് നമ്മളിപ്പോ ക്വിസിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, ജനറൽ GK ക്വിസിലൊക്കെ എവിടെങ്കിലും കേട്ടിട്ടുണ്ടാവണം. ഏത് ഇൻസ്ട്രുമെന്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ മെഷർ ചെയ്യുന്നത്? മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയും. എന്താ പറയാ? മെർക്കുറി ബാരോമീറ്റർ, അല്ലെങ്കിൽ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയും. ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ അല്ലെങ്കിൽ മെർക്കുറി ബാരോമീറ്റർ. പിക്ചർ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പഠിക്കാനൊന്നുമില്ല, ജസ്റ്റ് ഫിഗർ ഞാൻ കാണിച്ചു തരാം. മെർക്കുറി ബാരോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതാണ് സംഭവം. ഉണ്ടോ? ഇതാണ് മെർക്കുറി ബാരോമീറ്റർ. അതുപോലെ ഇതാണ് ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ എന്ന് പറയും. ഈ രണ്ട് ഡിവൈസ് ആ മുകളിലോട്ട് പോവുക. മെർക്കുറി ബാരോമീറ്ററും അതുപോലെ തന്നെ ഓപ്പൺ ട്യൂബ് മാനോമീറ്റർ. നോക്കിക്കേ ഫിഗർ, കണ്ടോ? ഇത് രണ്ടും. ഓക്കെ, അപ്പൊ ഇതിന്റെ താഴെ എഴുതി വെച്ച അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്താന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തതല്ലേ? അവിടെ വരെ എഴുതിയതല്ലേ? ഇനി എഴുതിക്കോ, ഇൻസ്ട്രുമെന്റ്സ് എഴുതിക്കോ. മെർക്കുറി ബാരോമീറ്റർ and open tube manometer, barometer, BA, barometer and manometer. Mercury barometer and open tube manometer are the devices which used to measure atmospheric pressure. Mercury barometer, open tube manometer. Mercury barometer and open tube manometer are the devices which used to measure atmospheric pressure. നോർമൽ സീ ലെവലിൽ സെയിം തന്നെ ആയിട്ട് വരും.
വേരി ചെയ്യണ അനുസരിച്ച് ഇപ്പൊ ഡെപ്ത് മാറുന്ന അനുസരിച്ചൊക്കെ. അതായത് നോർമലായിട്ട് നമ്മളൊരു സീ ലെവൽ കൺസിഡർ ചെയ്യാന്ന് വിചാരിക്കാം, അവിടെ വരെ പ്രഷർ ഇത് തന്നെയായിരിക്കും, സെയിം പ്രഷർ തന്നെ ആയിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിലേക്ക് പിന്നെ ഡെപ്തിലേക്ക് പോകും തോറും മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ അറ്റ്മോസ്ഫിയറിലുള്ളത്, ഇപ്പൊ ലിക്വിഡിന്റെ ഉള്ളിലുള്ള പ്രഷർ എന്ന് പറയുമ്പോൾ വേറെ ആയിരിക്കും, ലിക്വിഡിന്റെ ഉള്ളിലാണെങ്കിൽ അത് വേറെ പ്രഷർ ആയിരിക്കും. അതുപോലെ തന്നെ നോർമൽ സീ ലെവൽ എന്ന് പറയത്തില്ലേ, അപ്പൊ ആ സീ ലെവൽ വരെയുള്ള അറ്റ്മോസ്ഫിയറിലുള്ള പ്രഷറിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയാം. ആ വേരി ചെയ്യും, വേരി ചെയ്യും. ഓക്കെ, അടുത്തത് പാസ്കൽസ് ലോ. ഓക്കെ, ഇനി ശ്രദ്ധിച്ചേ, പാസ്കൽസ് ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, സ്റ്റേറ്റ്മെന്റും ഉണ്ടാവും, ആപ്ലിക്കേഷനും ക്വസ്റ്റ്യനിൽ ചോദിക്കും. പിന്നെ ഈ ചാപ്റ്ററിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് പ്രോബ്ലംസ് അധികം ചോദിക്കാറില്ല, ആവശ്യത്തിൽ കൂടുതൽ തിയറി ഡെറിവേഷൻ ഉള്ള ചാപ്റ്റർ. അതുകൊണ്ട് പ്രോബ്ലംസ് ചോദിക്കാറില്ല എന്നല്ല, ഞാൻ ചില പ്രോബ്ലംസ് ചെയ്യിപ്പിക്കില്ലേ, ആ ടൈപ്പ് തന്നെ നോക്കി വെച്ചേക്ക. രണ്ടുപേരെ ഞാൻ മാറ്റിയിരുന്നേ ഇവിടെ നിന്ന്. അപ്പൊ എന്താ പറയാ, പ്രോബ്ലംസിനെക്കാളും കൂടുതലും തിയറിയും ഡെറിവേഷൻ ആയിരിക്കും വരാം. അപ്പൊ അതിൽ പാസ്കൽസ് ലോ എപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻ ആ പാസ്കൽസ് ലോ അതിന്റെ ആപ്ലിക്കേഷൻ ആയിട്ട് വരാം. ഇനി പാസ്കൽസ് ലോ ആദ്യം സ്റ്റേറ്റ്മെന്റ് എഴുതിക്കോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം. പാസ്കൽസ് ലോ whenever an external pressure is applied on any part of fluid contained in a vessel. Whenever an external pressure is applied on any part of a fluid contained in a vessel, it is transmitted undiminished and equally in all directions. എഴുതിയാ? എവിടെ വരെ എത്തി? undiminished and transmitted equally in all direction. അതായത് ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചാൽ എന്താ പറഞ്ഞേക്കുന്നത്? whenever an external pressure is applied on a, എന്തിലേക്ക് അപ്ലൈ ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? applied on a fluid contained in a vessel, it is transmitted equally in all direction. അതായത് ഒരു വെസലിൽ നമ്മൾ ആലോചിക്കുക, പാസ്കൽസ് ലോ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ട് നമുക്ക് ഇത് വലിയ വലിയ ആപ്ലിക്കേഷൻ എന്തെങ്കിലും വരുന്നതായിട്ട് തോന്നിയ, അതായത് നമ്മൾ ഈ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുമ്പോൾ ഇത് നമുക്ക് തോന്നുന്നു ഇത് വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു ലിക്വിഡ് എന്താ പറഞ്ഞേക്കുന്നത്, ഒരു വെസലില് കുറച്ച് ഫ്ലൂയിഡ് ഉണ്ട്, അതിലേക്ക് നമ്മളൊരു പ്രഷർ കൊടുക്കാന്ന് വിചാരിക്കാം. ആ പ്രഷർ എന്താകുമെന്നാ പറഞ്ഞേക്കുന്നത്? ഈക്വലി ട്രാൻസ്മിറ്റഡ് ആകുമെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതിന് വലിയ വലിയ ആപ്ലിക്കേഷൻ ആണല്ലോ. നിങ്ങളിപ്പോ ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടിട്ടുണ്ടോ? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയും, കാർ വാഷിന്റെ ഒക്കെ സ്ഥലത്ത് കണ്ടിട്ടില്ലേ? കാർ അത്രയും വെയിറ്റ് ഉള്ള കാറിനെ പൊക്കിയെടുക്കുന്ന കണ്ടിട്ടില്ലേ? അവിടെയൊക്കെ വരുന്ന ആപ്ലിക്കേഷൻ ഏതായി? പാസ്കൽസ് ലോയാ വരുന്നത്. അതാണ് നമ്മൾ ഫിസിക്സ് എവിടെയാ ഡെയിലി ലൈഫിൽ വരുന്നതെന്ന് കണക്ട് ചെയ്ത് നോക്കുക, അപ്പൊ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പൊ അതിൽ നടക്കുന്ന ആ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് എന്താ? കാർ വാഷിന്റെ സ്ഥലത്ത് കണ്ടിട്ടില്ലേ കാറിനെ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, അത്രയും ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ എങ്ങനെയാണ് നമ്മൾ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത്? അവിടെ വരുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താ? പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ. അതെങ്ങനെയാന്ന് നമ്മൾ അടുത്തത് പറയാം, ഞാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. ആ ഒരു ലിക്വിഡിന്റെ ആ ഒരു പ്രഷർ കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അത്രയും ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ലിഫ്റ്റ് ചെയ്യുന്നത്. അതുപോലെ പിന്നെ ഹൈഡ്രോളിക് ബ്രേക്കിൽ വരുന്ന കൺസെപ്റ്റ് എന്ത് തന്നെയാ? ഹൈഡ്രോളിക് ബ്രേക്കിൽ വരുന്നതും ഇതേ കൺസെപ്റ്റ് തന്നെ വരുന്നത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും മെക്കാനിക്കൽ എനർജി, അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകാനില്ല. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. ബ്രേക്കിന്റെ കൺസെപ്റ്റ് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. നമ്മൾ ആപ്ലിക്കേഷൻ അറിഞ്ഞിരിക്കുക, ഈ ഒരു ചെറിയ ലോ എവിടേക്കാ വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ഹൈഡ്രോളിക് ബ്രേക്കിൽ വരുന്ന കൺസെപ്റ്റ് ആണെങ്കിൽ ഇത് തന്നെ, നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നു, മെക്കാനിക്കൽ എനർജി അതുപോലെ തന്നെ എനർജി കൺവേർഷൻ നടക്കുന്നു,
പിന്നെ ഈ ഒരു ലിക്വിഡിന്റെ ആ ഒരു പ്രഷർ വഴിയാണ് ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ആവുന്നത്. ഇവിടെ വരുന്ന ഈ ചെറിയ ചെറിയ സംഭവം ആയാലും ഈ ഒരു ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ടാണ്. ചെറിയ സംഭവം ആക്ച്വലി വലിയ സംഭവമാണ് ഈ ചെറിയൊരു ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് വരാം. സ്റ്റേറ്റ്മെന്റ് ഒന്ന് ഇപ്പൊ തന്നെ പഠിച്ചപ്പോ എന്താ പറഞ്ഞേക്കുന്നത്? വെനെവർ ആൻ എക്സ്റ്റേണൽ പ്രഷർ ഒന്ന് ആലോചിച്ച് വെക്കുക. നമ്മുടെ മുമ്പിൽ ഒരു വെസൽ ഉണ്ടെന്ന് വിചാരിക്കുക. ആ വെസലില് എന്തെങ്കിലും ഫ്ലൂയിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോഴത്തേക്കും വാട്ടർ ആവാം, ഓയിൽ ആവാം, എന്തും ആയിക്കോട്ടെ. എന്തോ ഒരു ഫ്ലൂയിഡ് ആ ഒരു വെസലിന്റെ ഉള്ളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത്? വെനെവർ ആൻ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ്. എക്സ്റ്റേണൽ പ്രഷർ നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലൂയിഡിലേക്ക് എക്സ്റ്റേണൽ പ്രഷർ കൊടുക്കും. പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പൊ ഈ ഒരു വെസലില് ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. വെനെവർ ആൻ എക്സ്റ്റേണൽ പ്രഷർ ഈസ് അപ്ലൈഡ് ഓൺ ദ ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ ദ വെസൽ ഇറ്റ് ഈസ് ട്രാൻസ്മിറ്റഡ് ഇൻ ഈക്വൽ ഡയറക്ഷൻ. എല്ലാ പോർഷനിലേക്കും എന്ത് ചെയ്യുക? പ്രഷർ അങ്ങ് ട്രാൻസ്മിറ്റ് ചെയ്യും. ഫുള്ളി ട്രാൻസ്മിറ്റഡ് ആവും പ്രഷർ. അതായത് ഇപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റിന്റെ കേസ് നമ്മൾ പറയാനാണെങ്കിൽ നമ്മൾ ഒരു സൈഡിലേക്ക് പ്രഷർ നമ്മൾ കൊടുക്കുന്നുണ്ട്. 2 പിസ്റ്റൺ ഉണ്ട്. അത് ആപ്ലിക്കേഷൻ പറയുമ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇപ്പൊ കണക്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് 2 പിസ്റ്റൺ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ ഒരു പിസ്റ്റന്റെ അവിടെ ആയിരിക്കും നമ്മുടെ കാർ ഇപ്പൊ ഇരിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഞാനൊരു ചെറിയ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഫിൽഡ് ആയിട്ടുണ്ടാവുക? നമ്മുടെ ആപ്ലിക്കേഷൻ എന്താ നമ്മൾ പറഞ്ഞേക്കുന്നത്? എന്തിലേക്കാണ് നമ്മൾ പ്രഷർ കൊടുക്കുന്നത്? പാസ്കൽസ് ലോ എന്തിനോട് കണക്ട് ചെയ്ത? ലിക്വിഡിനേക്കാണ് നമ്മൾ ഈ പ്രഷർ കൊടുക്കുന്നത്. അപ്പൊ ഈ ട്യൂബിന്റെ ഉള്ളിൽ ലിക്വിഡ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇവിടേക്ക് പ്രഷർ കൊടുക്കുമ്പോഴത്തേക്കും ആ പ്രഷർ അക്കോർഡിംഗ് ടു ദ ലോ എന്താ പറയുന്ന? പ്രഷർ എന്ത് ചെയ്യുമെന്നാ പറഞ്ഞേക്കുന്നത്? ഒരു വെസലില് ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ലിക്വിഡിലേക്ക് നമ്മൾ പ്രഷർ കൊടുത്തു കഴിയുമ്പോൾ പ്രഷർ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡിറക്ഷൻ. എല്ലാ ഡിറക്ഷനിലേക്കും ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ആവും. അപ്പൊ ഞാൻ ഇവിടെ ഇപ്പൊ ഒരു ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പ്രഷർ എന്ത് ചെയ്യും? ഈക്വലി ട്രാൻസ്മിറ്റഡ് ആയിട്ട് ഇവിടെ എന്ത് ചെയ്യും? ഈ ഒരു ഹെവി വെയിറ്റ് ആയിട്ടുള്ള ഈ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ആപ്ലിക്കേഷൻ നടക്കുന്നത്. മനസ്സിലായ എന്താ പറയുന്നത്? വെനെവർ an external pressure is applied on a fluid contained in the vessel it is equally transmitted in all direction. എല്ലാ ഡയറക്ഷൻസിലേക്കും ആ പ്രഷർ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ആവും. ഇനി ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യുക. ഈ 2 പോയിന്റിൽ, അതായത് പ്രഷർ ഓൺ സെയിം പോയിന്റ്സ്, ഈ 2 സെയിം പോയിന്റ്സിലുള്ള പ്രഷറും എങ്ങനെ തന്നെയായിരിക്കും? ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ വരുന്ന 2 പോയിന്റ് നമ്മൾ എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ 2 പോയിന്റിലെ പ്രഷർ എങ്ങനെയായിരിക്കും? സെയിം ആയിട്ടായിരിക്കും പ്രഷർ വരിക. അപ്പൊ പാസ്കൽസ് ലോ നമുക്ക് ആകെ സ്റ്റേറ്റ്മെന്റ് മാത്രം മതി. ഇത്രയും കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. എന്താ അവിടെ സംഭവിച്ചിരിക്കുന്നത്? നമ്മളൊരു ലിക്വിഡിലേക്ക്, ഒരു വെസൽ അല്ലെങ്കിൽ നമ്മളിപ്പോ ഒരു കണ്ടെയ്നർ എന്തെങ്കിലും കൺസിഡർ ചെയ്യുക. അതിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആണെന്ന് വിചാരിക്കുക. ആ ഫ്ലൂയിഡിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോൾ ആ പ്രഷർ എന്ത് ചെയ്തു പോകും? ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡയറക്ഷൻ. അതായത് ആ കണ്ടെയ്നറിന്റെ വോളിലേക്ക്, എല്ലാ പോർഷനിലേക്കും. ഇപ്പൊ ഇവിടെയാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. ഇപ്പൊ ഇങ്ങനത്തെ ഒരു വെസൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ എന്തും ആയിക്കോട്ടെ. ഞാനിപ്പോ ഇത് ഇങ്ങനത്തെ ഒരു വെസലാണ് ഞാൻ കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കുക. ഇങ്ങനത്തെ ഒരു വെസലാണ് ഞാൻ കൺസിഡർ ചെയ്തതെന്ന് വിചാരിക്കുക. ഈ ഒരു പോർഷനിലേക്കാണ് ഞാൻ എന്ത് അപ്ലൈ ചെയ്ത് കൊടുത്തത്? ഇതിൽ ഫുള്ള് ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. വെറുതെ ലിക്വിഡ് ഒന്നും ഇല്ലാത്തതാണെങ്കിൽ നമ്മൾ ഈ കൺസെപ്റ്റ് വർക്ക് ആവത്തില്ല. പാസ്കൽസ് ലോ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ ഒരു ട്യൂബ് പോലെ ഇരിക്കുന്ന ഈ ഒരു കണ്ടെയ്നർ ആണെന്ന് വിചാരിക്കുക. ഇതിൽ ഫുള്ള് ഞാൻ എന്ത് ചെയ്ത് വെച്ചിട്ടുണ്ട്? ലിക്വിഡ് ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ലിക്വിഡ് ആവാം, ഓയിൽ ആകാം, എന്തോ ഒരു ഫ്ലൂയിഡ് ഞാൻ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുക. പ്രഷർ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അക്കോർഡിംഗ് ടു ദ പാസ്കൽസ് ലോ എന്തായിരിക്കും സംഭവം? പറയ്. സയോൺ പറയണ്ട, ബാക്കി ആരെങ്കിലും പറഞ്ഞാൽ മതി. ഓക്കെ, എന്തായിരിക്കും സംഭവം? ഈക്വലി എന്ത് ചെയ്യും? ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡിറക്ഷൻ. അടുത്തത് വിമൽ പറയണ്ട കേട്ടോ. പറയണ്ടെന്ന് പറയുമ്പോൾ ഉറക്കമാണെന്ന് അർത്ഥം അല്ലേ? ഉറങ്ങിപ്പോയാ? ഓക്കെ, അപ്പൊ ഈക്വലി എന്താവും? ട്രാൻസ്മിറ്റഡ് ആവും. ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് വായിച്ചേ. സയോൺ പറയും. സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് കാണാതെ പഠിച്ചിട്ട് പറയും. അപ്പൊ ഉറക്കം പോവും. പറഞ്ഞോ. എല്ലാരും വായിച്ചോ. ഞാൻ ചോദിക്കുന്നവര് പറയണോട്ടോ. ഇപ്പൊ തന്നെ പറയണം സ്റ്റേറ്റ്മെന്റ് വേഗം. നിവേദാനന്ദ് പറയണേ. പഠിച്ചു കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ തന്നെ ഞാൻ പറഞ്ഞതല്ലേ. അതായത് ആ കൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മൾ എന്തിലേക്കാ പ്രഷർ കൊടുക്കുന്നത്? എക്സ്റ്റേണൽ പ്രഷർ എങ്ങോട്ടാ അപ്ലൈ ചെയ്യുന്നത്? ഫ്ലൂയിഡ് കണ്ടെയ്ൻഡ് ഇൻ ദ വെസൽ. അത് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് ഈക്വലി ട്രാൻസ്മിറ്റഡ് ആവും. എല്ലാ ഡയറക്ഷൻസിലേക്കും ഈക്വലി ട്രാൻസ്മിറ്റഡ് ആവും. പഠിച്ചു കഴിഞ്ഞാ അൺഡിമിനിഷ്ഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഈക്വലി അത് സ്പ്രെഡ് ആവുന്നതാണ് കാണിച്ചേക്കുന്നത്. ജസ്റ്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ ഈക്വലി ട്രാൻസ്മിറ്റഡ് എന്ന് എഴുതിയാലും മതി, കുഴപ്പമില്ല. ഓക്കെ, വിസ്മയ പറഞ്ഞേ.
ഓക്കെ, അടുത്തത് സയോൺ പറഞ്ഞേ. Whenever an external pressure is applied in any part of the fluid containing in a vessel, the pressure is undiminished and is applied to all times. ഓക്കെ, അപ്പോ ഈ ഒരു കേസിൽ നമ്മൾ പറയുമ്പോ ഇപ്പൊ നമ്മള് ഈ പ്രഷർ കൊടുക്കുന്നത് കറക്റ്റ് സെന്ററിലായിരിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഈക്വൽ ആവാൻ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതായത് എനി പാർട്ട് ഓഫ് ദ ലിക്വിഡ് എന്നാ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കേസിൽ ഇവിടെ ഞാൻ ഈ ഒരു പോർഷനിലേക്കാണ് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്തെങ്കിലും ഇവിടത്തെ വരെയുള്ള പ്രഷർ എന്ത് തന്നെ ആയിരിക്കും? സെയിം തന്നെ ആയിരിക്കും. നമുക്ക് എവിടെ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനി പാർട്ട് ഓഫ് ദ ലിക്വിഡ് എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ നമ്മൾ പ്രഷർ എവിടെ അപ്ലൈ ചെയ്ത് കൊടുത്താലും അത് എന്താവും എന്നാ പറഞ്ഞേക്കുന്നത്? ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റഡ് ആവും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാസ്കൽസ് ലോ എന്ന് പറയാം. പാസ്കൽസ് ലോ മനസ്സിലായോ? ഇനി നമ്മൾ പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷനാ പറയാൻ പോകുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞ കേസ് തന്നെ ഞാൻ പറയാൻ പോകുന്നൂടെ, ഹൈഡ്രോളിക് ലിഫ്റ്റ്. അപ്പൊ ഹൈഡ്രോളിക് ലിഫ്റ്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാസ്കൽസ് ലോ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വേണം അതിലേക്ക് കയറാൻ വേണ്ടി. ഓക്കെ, ആരുടെ ഹെൽപ്പ് വേണം? എടാ ഇത് കണ്ടിട്ട് ഇപ്പൊ ജീപ്പും കാറും ഇട്ടൊക്കെ തോന്നുന്നുണ്ടല്ലോ ചെറുതായിട്ട്. നിങ്ങൾ വേണ്ട തോന്നണില്ലേ? തോന്നണുണ്ടല്ലോ ഇത് കണ്ടിട്ട്. മതി മതി, അത്രയും മതി. അവര് പറഞ്ഞു എടാ ഇത് കാറാണെന്ന് മനസ്സിലാവുന്നില്ലേ? മനസ്സിലാവാത്തവർക്ക് വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. എടാ ആരോടെ മനസ്സിലാവുന്നില്ലേ ഇത് കാറാണെന്ന്? ഓക്കെ, ശ്രദ്ധിച്ചോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. ബാക്കിയുള്ളവരോട് ഓക്കെ. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? ഇതെന്താ? ഹൈഡ്രോളിക് ലിഫ്റ്റ്. ഹൈഡ്രോളിക് പോട്ടെ, ഞാൻ വരച്ചത് പോട്ടെ. ഹൈഡ്രോളിക് ലിഫ്റ്റ് കണ്ടിട്ടുണ്ടല്ലോ, കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇനി പ്രശ്നമില്ല, കണ്ടിട്ടുണ്ടല്ലോ. അത് വെച്ച് ഇമാജിൻ ചെയ്താൽ മതി. ഞാൻ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വരക്കണതിനാണ് പ്രശ്നം, അല്ലാതെ പഠിക്കാത്തതിനല്ല. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടെ സെയിം പ്രിൻസിപ്പിൾ. അപ്പൊ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഒക്കെ ഇനി കാണുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കുക. അത് എന്തിന്റെ പ്രിൻസിപ്പിളാ വർക്ക് ചെയ്യുന്നത്? എന്തിന്റെ പ്രിൻസിപ്പിളാ വർക്ക് ചെയ്യുന്നത്? നമ്മൾ പഠിച്ച പാസ്കൽസ് ലോയുടെ പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാൻ നോക്കുക. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ പാസ്കൽസ് ലോ എന്ന് പറയുമ്പോ തന്നെ ഹൈഡ്രോളിക് ലിഫ്റ്റ് മനസ്സിലേക്ക് വരാം. അവിടെ എന്താ നടക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ ഒന്ന് കണക്ട് ചെയ്തിട്ട് പറയാം. പാസ്കൽസ് ലോ നമ്മൾ എന്താ പഠിച്ചത്? whenever an external pressure is applied on a fluid contained in the vessel, it is transmitted equally in all direction. അതാണ് നമ്മൾ പഠിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ പിസ്റ്റൺ, ഇവിടെ 2 പിസ്റ്റൺ കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പിസ്റ്റണും ഉണ്ട്, ഒരു സ്മോൾ പിസ്റ്റണും ഉണ്ട്, അതുപോലെ തന്നെ ഒരു ലാർജ് പിസ്റ്റണും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെയും ഏരിയ, ഈ പിസ്റ്റന്റെ ഏരിയയും ഈ പിസ്റ്റന്റെ ഏരിയയും എന്താണ്? ഡിഫറെന്റ് അല്ലേ? ഇതിന്റെ ഏരിയ ഞാനിപ്പോ A1 ആയിട്ട് എടുത്ത്, ഇതിന്റെ ഏരിയ ഞാനിപ്പോ A2 ആയിട്ട് എടുത്ത്. ഒരു ബന്ധമില്ല, ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതുമായിട്ടായിരിക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ ഉള്ളിൽ എന്തായിരിക്കും? ഇതിന്റെ ഉള്ളിൽ എന്ത് വേണം എന്നാലേ നമ്മുടെ പാസ്കൽസ് ലോ വർക്ക് ആവുള്ളൂ? ഫ്ലൂയിഡ് വേണം, ലിക്വിഡ് വേണം. ഇപ്പൊ ഓയിൽ ആവാം, എന്തോ ആയിക്കോട്ടെ, വാട്ടർ ആവാം, എന്തോ ഒരു ലിക്വിഡ് ഇതിൽ വേണം. ലിക്വിഡ് ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൽ വർക്ക് ആവുള്ളൂ. അപ്പൊ ഇതിലിപ്പോ ലിക്വിഡ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പൊ പ്രഷർ അല്ലെങ്കിൽ ഫോഴ്സ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളിപ്പോ എവിടെയാ കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ആയിരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണത്. ഇവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോണെന്ന് വിചാരിക്കുക. ഈ എൻഡിൽ ഞാൻ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തു. P1 എന്ന് പറയുന്ന ഒരു പ്രഷർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. അല്ലെ വേണ്ട, P1 വേണ്ട, P എന്ന് പറയുന്ന പ്രഷർ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇവിടെ കിട്ടാൻ പോകുന്ന പ്രഷർ എന്ത് തന്നെ ആയിരിക്കും? P എന്ന് പറയുന്ന P or P1 എന്ന് പറയുന്ന പ്രഷർ ഞാനിവിടെ ഏരിയ, 2 എൻഡിന്റെയും ഏരിയ, ഇത് എൻഡ് A, ഇത് എൻഡ് B.
ഓക്കെ, എന്റെ എയുടെ ഏരിയ ഞാൻ A1 ആയിട്ട് എടുത്ത്, എന്റെ ബിയുടെ ഏരിയ ഞാൻ A2 ആയിട്ട് എടുത്ത്. ഓക്കെ, ഇനി ഏരിയ രണ്ടിന്റെയും ഡിഫറെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ ഒരു പ്രഷർ കൊടുത്ത്, എന്തോ ഒരു പ്രഷർ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്ത്. പാസ്കൽസ് ലോ അനുസരിച്ച് എന്താ സംഭവിക്കുക? ഈ ഒരു, അതായത് പിസ്റ്റൺ ഈ എന്റെ എയിലേക്കാണ് ഞാൻ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇവിടെ ലിക്വിഡ് ആണ്. അപ്പൊ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവും? ആ പ്രഷർ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡിറക്ഷൻ എന്നല്ലേ പറഞ്ഞേക്കാം. അപ്പൊ എന്റെ ബിയിൽ നോക്കുമ്പോഴത്തേക്കും പ്രഷറിന്റെ എമൗണ്ട് എങ്ങനെ തന്നെ ആയിരിക്കും? സെയിം പ്രഷർ തന്നെ ആയിരിക്കും. അപ്പൊ ഇവിടെ നമ്മൾ എന്താണോ പ്രഷർ കൊടുത്തത് ആ പ്രഷർ എന്തായിട്ടുണ്ട്? ഈക്വലി ട്രാൻസ്മിറ്റഡ് ഇൻ ഓൾ ഡിറക്ഷൻ. ലിക്വിഡിന്റെ ഏത് പാർട്ടിൽ നമ്മൾ പ്രഷർ കൊടുത്താലും, ചെറിയ പാർട്ട് ആയിക്കോട്ടെ വലിയ പാർട്ട് ആയിക്കോട്ടെ, എവിടെ നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുത്താലും ആ പ്രഷർ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് എല്ലാ പോർഷൻസിലേക്കും ട്രാൻസ്മിറ്റഡ് ആവും. അപ്പൊ ഇവിടെയുള്ള പ്രഷർ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും? പി തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി ഇവിടത്തെ പ്രഷർ ഞാനിപ്പോ എഴുതാൻ പോകും. ഇവിടത്തെ പ്രഷർ എഴുതുമ്പോ എങ്ങനെ വരും? P1 ഈക്വൽ ടു F1 ബൈ A1. ഓക്കെ, പ്രഷറിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി. ഇനി ഇതേ പ്രഷർ തന്നെയായിരിക്കും അവിടെ എന്ത് വന്നിട്ടുണ്ടാവുക? ട്രാൻസ്മിറ്റ് ചെയ്യുന്ന. ഈ ഫിഗർ ഒന്ന് വരച്ചേ. പാസ്കൽസ് ലോ എഴുതിയതല്ലേ, ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് ഹെഡിങ് കൊടുത്തു. അല്ലെങ്കിൽ ഞാൻ ഡെറിവേഷൻ അടുത്തതിലേ പറയുന്നുള്ളൂ, വായിച്ചിട്ട് ഞാൻ പറയുന്നുള്ളതാണ്. റഫായിട്ടൊന്ന് വേഗം വരച്ചെടുക്കും. ഏയ് സംസാരിക്കല്ലേ. വൈബ്രേഷൻ കണ്ടില്ലേ? വെള്ളം മാറില്ലേ? ആ, അതൊന്നും പറയാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലും ആപ്ലിക്കേഷൻ ആയിട്ട് നോക്കാം. എൻക്ലോസ്ഡ് ആയിട്ടിരിക്കണം, അതായത് ക്ലോസ്ഡ് ആയിട്ടുള്ള ഇരിക്കണം. വെള്ളം നമുക്ക് ഓപ്പൺ ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ പറ്റത്തില്ല. ക്ലോസ്ഡ് ആയിട്ടിരിക്കണതിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വർക്കാവും. ഓക്കെ, കഴിഞ്ഞ ബാഗൊക്കെ തൂക്കിയിരിക്കണേ, എടുത്ത് വെച്ചോ താഴെ വെച്ചോ, താഴെ വെച്ചോ. ഓക്കെ, ചെയ്ത് കഴിഞ്ഞത് ചെയ്തല്ലേ, മീൻ വരച്ചു കഴിഞ്ഞ, ഇവിടം വരെ വരച്ചു കഴിഞ്ഞ. ഓക്കെ, അപ്പൊ നമ്മൾ പ്രഷർ പറഞ്ഞു. പ്രഷർ P1 ഈക്വൽ ടു F1 ബൈ A. ഇനി P2 ഈക്വൽ ടു എങ്ങനെ വരും? അതായത് പ്രഷർ അറ്റ് ദ എൻഡ് എ, എൻഡ് എയിലുള്ള പ്രഷർ ആണ് പ്രഷർ. പ്രഷർ അറ്റ് എൻഡ് എ P1 ഈക്വൽ ടു F1 ബൈ A1. ഇനി പ്രഷർ അറ്റ് എൻഡ് ബി P2 ഈക്വൽ ടു F2 ബൈ A2. ഇനി പ്രഷർ എങ്ങനെയാണെന്നാ നമ്മൾ പറഞ്ഞത്? രണ്ട് എൻഡിലെയും പ്രഷറാണ് നമ്മൾ എഴുതി വെച്ചേക്കുന്നത്. ഇനി പ്രഷറിന്റെ വാല്യൂ എന്താണ്? എന്താന്നാ പറഞ്ഞേക്കണത്? പ്രഷർ എങ്ങനെയാന്നാ പറഞ്ഞേക്കുന്നത്? ഈക്വലി ട്രാൻസ്മിറ്റഡ് ആവുമെന്നാ പറഞ്ഞേക്കണത് പ്രഷർ. അപ്പൊ എങ്ങനെ എഴുതാം നമുക്ക്? P1 ഈക്വൽ ടു P2. അപ്പൊ എന്തായി? F1 ബൈ A1 ഈക്വൽ ടു F2 ബൈ A2. അതായത് എത്രത്തോളം ഫോഴ്സ് എടുത്തിട്ടാണ് ഈ ഒരു ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇവിടെ നിന്ന് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു, F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. F1 എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മൾ ഇവിടെ നിന്ന് കൊടുത്തു. ഇവിടെ എന്താ ആക്ച്വലി വർക്ക് ആവുന്നത്? എങ്ങനെയാ? ഈ ഒരു പിസ്റ്റൺ, നമ്മൾ രണ്ട് പിസ്റ്റൺ ഉണ്ടെന്ന് പറഞ്ഞു. A1 ഏരിയ സംസാരിക്കല്ലേ, ഏരിയ A1 A2 ആയിട്ട് എടുത്ത് ഇതിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ഉള്ളിൽ ലിക്വിഡ് ആണ്. പ്രഷർ എന്താവും? ഈക്വലി ട്രാൻസ്മിറ്റഡ് ആവും. ഇവിടെ നിന്ന് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് ഒരു ഫോഴ്സിന്റെ എഫക്റ്റിലാണ് ഈ ഹെവി ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പൊ F2ന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുക. അപ്പൊ F2 ഈക്വൽ ടു എങ്ങനെ വരും? F1 A2 ബൈ A1. ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്തിട്ടേക്കെ.
നോട്ടായിട്ട് ഞാൻ പറയട്ടെ? ഇല്ല, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയണോ? അത് എഴുതിക്കോ. പറയട്ടെ? അല്ല, ഇത് ജസ്റ്റ് എഴുതി കഴിഞ്ഞിട്ട് എഴുതി വെച്ചോ. ഇത് പിന്നെ എഴുതിയാലും മതി, ഞാൻ പറയണ എഴുതേ. ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ ഡിവൈസ്. എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ ഡിവൈസ്. എഴുതിക്കോ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോട്ട് പറയണത്. എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ ഡിവൈസ്. A hydraulic lift is a device used to lift heavy objects. A hydraulic lift is a device used to lift heavy objects. ഹെവി ഒബ്ജക്ട്സ് എന്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഹെവി ഒബ്ജക്ട്സിനെ ലിഫ്റ്റ് ചെയ്യുന്നത്? ഇവിടെ എന്താ കൊടുക്കുന്നത്? ഒരു ചെറിയ ഫോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബൈ അപ്ലൈയിങ് എ സ്മോൾ ഫോഴ്സ്. എ ഹൈഡ്രോളിക് ലിഫ്റ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു ലിഫ്റ്റ് ഹെവി ഒബ്ജക്ട്സ് ബൈ അപ്ലൈയിങ് a small force. Using the principle of ഏത് ലോയാ ഇവിടെ വരുന്നത്? പാസ്കൽസ് ലോ. യൂസിങ് ദ പ്രിൻസിപ്പിൾ ഓഫ് പാസ്കൽസ് ലോ. ഫോഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അവിടെ ഒരു പർട്ടിക്കുലർ ഏരിയ ഉണ്ട്. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രഷർ എന്ന് പറയാം. അപ്പൊ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക്. നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ അപ്പൊ എന്താണ് സ്പ്രെഡ് ആവാൻ പോണത്? പ്രഷർ. അങ്ങനെ കണക്ട് ചെയ്യാം. അപ്പൊ ഈ ഹൈഡ്രോളിക് ലിഫ്റ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കുക. ഇതിനി കാണുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ ആ ഒരു പൈപ്പ് കണ്ടില്ലേ? ആ ഒരു പിസ്റ്റണെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ആ പൈപ്പിന്റെ ഉള്ളിൽ എന്തായിരിക്കും ഫിൽഡ് ആയിട്ട് ഉണ്ടാവുക? എന്തോ ഒരു ലിക്വിഡ് ആയിരിക്കും ഫിൽഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ നമ്മള് ഈ എൻഡിലെ ഏരിയ A1 ആണ്, ഈ എൻഡിലെ ഏരിയ A2 ആണ്. അപ്പൊ നമ്മൾ ഫോഴ്സ് ആണ്, ഫോഴ്സ് അപ്ലൈഡ് പെർ യൂണിറ്റ് ഏരിയ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പ്രഷർ എന്ന് പറയാം. അപ്പൊ ഇവിടേക്ക് ഞാനൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ചെറിയ ഫോഴ്സ് കൊടുത്തു. ഒരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ അവിടെ എന്ത് ഡെവലപ്പായി? പ്രഷർ ഡെവലപ്പായി. ആ പ്രഷർ ആണ് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യുക. ഇവിടുത്തെ ആ ഒരു ഫോഴ്സിന്റെ എഫക്റ്റില് ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റുക. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഡെവലപ്പ് ചെയ്യുന്ന പ്രഷർ തന്നെയായിരിക്കും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്നത്. അതാണ് നമ്മൾ ലാസ്റ്റ് എഴുതിയേക്കുന്നത് P1 = P2. ഇനി എത്രത്തോളം ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്തത്? ഇങ്ങനെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ F2ന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ച് വെച്ച F2 = F1A2/A1. ഓക്കെ, ഇനി അതിന്റെ താഴെ തന്നെ നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ പാസ്കൽസ് ലോ ഒന്നുകൂടെ സ്റ്റേറ്റ് ചെയ്ത് വെക്കണം. ഇത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ എഴുതണം? ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്താന്ന് എഴുതണം. പാസ്കൽസ് ലോ ചോദിച്ചാലും ചോദിച്ചില്ലെങ്കിലും എഴുതി വെച്ചോളാം. ഇതിന്റെ താഴെ തന്നെ എഴുതി വെച്ചോ സൈഡിൽ. ജസ്റ്റ് ഇപ്പൊ സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട, പാസ്കൽസ് ലോ എന്ന് സൈഡിൽ എഴുതി വെച്ചോ, അത് എഴുതണം. പാസ്കൽസ് ലോ ഞാൻ പറഞ്ഞല്ലേ ഇപ്പൊ. ഓക്കെ, ഇനി അടുത്ത എഴുതിക്കോ. ഇതിൽ തന്നെ പോയിന്റ്സ് എഴുതിക്കോ. It consists of two pistons. It consists of two pistons. It consists of two pistons. ഏതൊക്കെ? ഒരു സ്മോൾ പിസ്റ്റനും ഉണ്ട്, ഒരു ലാർജ് പിസ്റ്റനും ഉണ്ട്. ബ്രാക്കറ്റിലെ സ്മോൾ പിസ്റ്റൺ ആൻഡ് എ ലാർജ് പിസ്റ്റൺ. എ സ്മോൾ പിസ്റ്റൺ ആൻഡ് എ ലാർജ് പിസ്റ്റൺ കണക്റ്റഡ് ബൈ, ആ രണ്ട് പിസ്റ്റണേയും തമ്മിൽ കണക്ട് ചെയ്തേക്കുന്നത് എന്താ? കണക്റ്റഡ് ബൈ എ പൈപ്പ്. Connected by a pipe which is filled with fluid. റൗണ്ടിലുള്ള ഒരു സംഭവം ഇങ്ങനെ. അതെ അതെ, ഞാൻ കാണിച്ചു തരാം പിസ്റ്റൺ എന്താന്ന്. കണക്റ്റഡ് ബൈ എ പൈപ്പ് ഫിൽഡ് വിത്ത് ഫ്ലൂയിഡ്, ഫിൽഡ് വിത്ത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. നോക്കിക്കേ, ഇതാണ് പിസ്റ്റൺ എന്ന് പറയാതെ. ഇതായത് കണ്ടതേ, ഇൻകംപ്രസിബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്രസ് ചെയ്യാൻ പറ്റാത്ത ഫ്ലൂയിഡാണ്. പക്ഷെ നമ്മൾ അതിലേക്ക് എന്ത് കൊടുക്കുമ്പോൾ അത് കംപ്രസ് ആവുന്നത്? ഫോഴ്സ് കൊടുക്കുമ്പോൾ. ഓക്കെ, എഴുതിയാ? ഫിൽഡ് വിത്ത് ആൻ ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ് ലൈക്ക് ഓയിൽ ഓർ വാട്ടർ. എന്തും ആകാം, ഓയിൽ ആവാം, വാട്ടർ ആവാം. ഫിൽഡ് വിത്ത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. ഫിൽഡ് വിത്ത് ഇൻകംപ്രസിബിൾ ഫ്ലൂയിഡ്. Filled with like oil or water. Incompressible fluid like oil or water. It consists of two pistons. Small piston or large piston connected by a pipe filled with incompressible fluid like oil or water. ഇനി ഫോഴ്സ് നമ്മൾ എവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക? Force is applied on the small piston. Force is applied on the small piston
ആൻഡ് ദ ലാർജ് പിസ്റ്റൺ എന്താ ചെയ്യുന്നത്? ക്യാരീസ് ദ ലോഡ്. ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ സ്മോൾ പിസ്റ്റൺ. Force is applied on the small piston and the large piston carries the load. Carries the load, weight. ഓക്കെ, ഇനി അടുത്തത് ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്കിലും സെയിം കൺസെപ്റ്റ് തന്നെയാ വരുന്നത്. ഓ, ഹൈഡ്രോളിക് ബ്രേക്ക് അതെ, ഒന്ന് ശ്രദ്ധിക്കോ. കഴിഞ്ഞ ഓക്കെ. ഇനി അപ്പോ നമുക്ക് പാസ്കൽസ് ലോയുടെ ആപ്ലിക്കേഷൻ ആയിട്ട് ചോദിക്കുമ്പോഴത്തേക്കും ഹൈഡ്രോളിക് ലിഫ്റ്റും പറയാ, ഹൈഡ്രോളിക് ബ്രേക്കും പറയാ. ലിഫ്റ്റിന്റെ കേസ് നമുക്ക് ടെക്സ്റ്റിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ബ്രേക്കിനെ പറ്റി പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കൺസെപ്റ്റ് തന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. ലിഫ്റ്റ് നിങ്ങൾക്ക് നോക്കുമെങ്കിൽ ഇപ്പൊ ടെക്സ്റ്റിൽ ഫിഗർ കാണണമെങ്കിൽ ഫിഗർ കാണാം. അവൾ എന്താ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ബ്രേക്കിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല അവര്, പക്ഷെ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കുക. ഹൈഡ്രോളിക് ബ്രേക്കിലും എന്താ തന്നെയാ വരുന്നത്? ഈ പാസ്കൽസ് ലോ തന്നെയാ വരുന്നത്. അതായത് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ഒരു മാസ്റ്റർ സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടർ മെക്കാനിക്കൽ എനർജീനെ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ അല്ല ഹൈഡ്രോളിക് പ്രഷർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. സെയിം പ്രിൻസിപ്പിൾ നടക്കുന്നതായി. അതായത് ഇത് എന്താണ് ഹൈഡ്രോളിക് ബ്രേക്കിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും ചോദിക്കാൻ പോണില്ല അവര്, പക്ഷെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് അത് അറിഞ്ഞിരിക്കുക. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത്, നമ്മളൊരു ബ്രേക്ക് അപ്ലൈ ചെയ്യാന്ന് വിചാരിക്കുക. അപ്പൊ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളില് ഒരു എന്താ പറയാ ഒരു മാസ്റ്റർ സിലിണ്ടർ ഉണ്ടാവും. ആ സിലിണ്ടർ എന്തിനെ കൺവേർട്ട് ചെയ്യും? നമ്മൾ അപ്ലൈ ചെയ്യുന്ന മെക്കാനിക്കൽ എനർജി അല്ല നമ്മൾ കൊടുക്കുന്ന ആ മെക്കാനിക്കൽ എനർജീനെ ഹൈഡ്രോളിക് പ്രഷർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ആ ഒരു എന്താ പറയാ ആ ഒരു ലിക്വിഡ് ഉണ്ടാവും, ഒരു പൈപ്പ് ഉണ്ടാവും. ആ പൈപ്പിൽ ലിക്വിഡ് ഉണ്ടാവും. ആ ലിക്വിഡും ഇതുപോലെ തന്നെ എന്ത് ചെയ്യും? ഈക്വൽ ആയിട്ട് പ്രഷർ ട്രാൻസ്മിറ്റ് ചെയ്ത് വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ട് പറഞ്ഞു എന്നല്ല. അടുത്തൊരു ആപ്ലിക്കേഷൻ ആയിട്ട് എഴുതി വെച്ചോ, ഹൈഡ്രോളിക് ബ്രേക്ക്. ഹൈഡ്രോളിക് ബ്രേക്കിന്റെ നോട്ട് വേണം. ഹൈഡ്രോളിക് ബ്രേക്കിന്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏതാ എഴുതേണ്ടത്? അതായത് ഡെറിവേഷൻ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ഹൈഡ്രോളിക് ബ്രേക്സ് ചോദിച്ചു എന്നിരിക്കട്ടെ. ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ എഴുതേണ്ടത്? നോട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറയുന്ന പോലെ തന്നെ എഴുതിയാൽ മതി. ഏതാ എഴുതേണ്ടത്? സെയിം തന്നെ എഴുതി വെച്ചാൽ മതി. ഓക്കെ, ഹൈഡ്രോളിക് ബ്രേക്ക് ചോദിച്ചാലും ലിഫ്റ്റ് ചോദിച്ചാലും എന്താ തന്നെ എഴുതാ? സെയിം തന്നെ എഴുതാ. ബ്രേക്കിന് ഫിഗർ വരക്കണ്ട, പകരം എന്ത് ചെയ്താൽ മതി? ഇവിടെ തൊട്ട് തുടങ്ങുക. പ്രഷർ അറ്റ് എൻഡ് എ, അല്ലെങ്കിൽ ഫസ്റ്റ് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന സ്ഥലത്താണ് പ്രഷർ 1 വരുന്നത്. പിന്നെ പ്രഷർ ഈക്വൽ ആകുന്നു. അതുപോലെ തന്നെ F2, അതായത് F2 എന്ന് പറഞ്ഞാൽ എന്താ? ആ ഒരു വെഹിക്കിൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോഴ്സ്. സെയിം കൺസെപ്റ്റ് തന്നെ വരുന്നത്, പക്ഷെ എഴുതണം കറക്റ്റ് ആയിട്ട്. ചോദിക്കാൻ ചാൻസ് ഇല്ല, ലിഫ്റ്റ് ആയിരിക്കും ചോദിക്കുക. എന്നാലും ചോദിക്കുമെങ്കിൽ എന്താ തന്നെ എഴുതാ? സെയിം തന്നെ എഴുതി വെച്ചേക്കുക. നോട്ട് എഴുതിക്കോ. Hydraulic brake is a braking system. Braking system, BRAKING, braking system. Hydraulic brake is a braking system that uses ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് എന്താ? ലിക്വിഡിന്റെ പ്രഷർ ആണ് ഇവിടെ യൂസ് ചെയ്യുക. പ്രഷർ മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ലോ വർക്ക് ആവുന്നത്. അപ്പോ ഹൈഡ്രോളിക് ബ്രേക്ക് ഈസ് എ ബ്രേക്കിംഗ് സിസ്റ്റം ദാറ്റ് യൂസസ് ലിക്വിഡ് പ്രഷർ. നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ്, നമ്മൾ ഫോഴ്സ് അല്ലേ കൊടുക്കുന്ന, ആ ഫോഴ്സിനെ എന്താക്കി മാറ്റുന്നു? ആ ഫോഴ്സിനെ നമ്മളിപ്പോ ബ്രേക്കിംഗ് സിസ്റ്റം നോക്കാനാണെങ്കിൽ, ഹൈഡ്രോളിക് ബ്രേക്ക് നോക്കാനാണെങ്കിൽ നമ്മളൊരു വെഹിക്കിളിലേക്ക് ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ പെഡലിലേക്ക് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഒരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ ഫോഴ്സിനെ ആരാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? അതാണ് ഇവിടെ വരുന്നത്. ആ ഫോഴ്സിനെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? കണക്ട് ചെയ്ത് ചിന്തിക്കുക. പാസ്കൽസ് ലോ ആയിട്ട് കണക്ട് ചെയ്തേ. നമ്മളൊരു വെഹിക്കിളിലേക്ക് പ്രഷർ അപ്ലൈ ചെയ്യുന്നു. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് എന്താ? ഒരു ഫോഴ്സ് ആണ് കൊടുക്കുന്നത്. ആ മെക്കാനിക്കൽ എനർജീനെ അവിടെ ആരാണ് കൺവേർട്ട് ചെയ്ത് വെഹിക്കിളിനെ സ്റ്റോപ്പ് ആക്കുന്നത്? പാസ്കൽസ് ലോ ആണ് വരുന്നത്. ഓക്കെ, പ്രിൻസിപ്പിൾ ഓക്കെ, പാസ്കൽസ് ലോ. ഇനി അപ്പൊ അവിടെ എന്തായിരിക്കും? എന്ത് പ്രഷർ ആയിരിക്കും അവിടെ വരിക? ആരാണ് അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്?
ഫ്ലൂയിഡ് ലിക്വിഡ് ആണ് അവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സിനെ ട്രാൻസ്ഫർ ചെയ്ത് ആ വെഹിക്കിളിനെ സ്റ്റോപ്പ് ആകുന്നത്. അപ്പൊ ലിക്വിഡ് എന്ത് ചെയ്യും, ലിക്വിഡ് ആ പ്രഷറിനെ ഈക്വൽ ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും. അതിലൊരു മാസ്റ്റർ സിലിണ്ടർ ഉണ്ട്. പാർട്സിനെ പറ്റി ഒന്നും പഠിക്കാനില്ല, അത് എങ്ങനെയാന്ന് അറിയാൻ വേണ്ടി പറഞ്ഞല്ലേ. ഇപ്പൊ നമ്മളിപ്പോ ജസ്റ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. ആ ഗ്യാസ് ഫ്ലൂയിഡ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഫ്ലൂയിഡ് ആവുമ്പോഴത്തേക്കും ഗ്യാസ് ആവാം, ലിക്വിഡ് ഫ്ലൂയിഡ് ആവാം, ഫ്ലൂയിഡ് എന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ എഴുതിക്കോ. ഇത് ഞാൻ പറഞ്ഞ പോലെ കണ്ട പാർട്സ് എന്താണ് അങ്ങനെ ഒന്നും ചോദിക്കത്തില്ല. പക്ഷെ നമുക്കിപ്പോ പെട്ടെന്ന് ഇങ്ങനെ വന്നിട്ട് പറയുവാണെങ്കിൽ എങ്ങനെയാന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടാവുള്ളൂ എന്നോർത്ത് ഞാൻ പറഞ്ഞതാ. അല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ പ്രശ്നമില്ല, എന്നാലും ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞ. അപ്പൊ എഴുതിക്കോ. എ ഹൈഡ്രോളിക് brake is a braking system that uses liquid pressure to transfer the force from the brake pedal to stopping a vehicle. It works on the principle of Pascal's law. വെഹിക്കിൾ ഉണ്ടോന്ന് വായിച്ച സ്റ്റേറ്റ്മെന്റ് ഞാൻ തന്നെ പറഞ്ഞതാണ് ചോദിച്ചത്. ആ സ്റ്റോപ്പിംഗ് എ വെഹിക്കിൾ ഫുൾ സ്റ്റോപ്പ്. അതായത് it works on the principle of Pascal's law. വർക്കിംഗ് പറയണ ഡീറ്റെയിൽ ആയിട്ട്. വർക്കിങ്ങിന്റെ നോട്ട് വേണം. എന്നാ എഴുതിക്കോ, വർക്കിംഗ് എഴുതി വെച്ചോ. ഡെറിവേഷൻ ആയിട്ടൊന്നും വരാൻ ചാൻസ്. ലിഫ്റ്റ് ചോദിക്കും, ബ്രേക്കും ചോദിക്കും. ബ്രേക്ക് ചോദിക്കുമെങ്കിൽ എന്താ തന്നെ എഴുതണം, ഇത് തന്നെ എഴുതിയാൽ മതി. പക്ഷെ ഈ ഫിഗർ ഒന്നും വരക്കണ്ട, ജസ്റ്റ് P1 P2 അത് തന്നെ കൊടുത്താൽ മതി. സെയിം കൺസെപ്റ്റ് തന്നെ വരുന്നത്. നമ്മള് ലിഫ്റ്റിൽ നമ്മൾ എന്താ ചെയ്തേ, ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ എന്താക്കുന്നത്, ആ ഒബ്ജക്റ്റിനെ ലിഫ്റ്റ് ചെയ്യുന്നത്. ബ്രേക്കിൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു, പെഡലിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സിന്റെ എഫക്റ്റിലാണ് പ്രഷർ ഫോം ചെയ്ത് ഒരു എന്താ പറയാ, ഒരു യൂണിറ്റ് ഏരിയയിലേക്കാണ് നമ്മൾ എന്ത് കൊടുക്കുക, ഫോഴ്സ് കൊടുക്കുക. അപ്പൊ അവിടെ പ്രഷർ ഫോം ചെയ്യുന്നു. ആ പ്രഷറിനെ ആരാ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, അവിടെ ഒരു ലിക്വിഡ് ഒരു പൈപ്പിൽ കൂടെ അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ഒരു സിലിണ്ടർ ഉണ്ട്, അതുവഴി മെക്കാനിക്കൽ എനർജീനെ ഹൈഡ്രോളിക് പ്രഷർ ആക്കി മാറ്റുന്നു. ആ പ്രഷർ കഴിഞ്ഞിട്ട് അവിടെ ഡെവലപ്പ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് വെച്ചിട്ട് വെഹിക്കിളിനെ ലിഫ്റ്റ് ചെയ്യുന്നു. അവിടെ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് വെച്ചിട്ട് എന്താ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അതാ ഞാൻ ചോദിച്ചത്. നോട്ട് വേണോന്നുണ്ടെങ്കിൽ നോട്ടാക്കി പറയാം, അല്ലെങ്കിൽ എഴുതാം. വേണമെങ്കിൽ പറ. വേണം ഒരാൾ പറഞ്ഞാൽ ഞാൻ തരും. എഴുതിക്കോ, വർക്കിംഗ് ആയിട്ട് എഴുതിക്കോ. when the driver presses the brake pedal, a force F1 ഫോഴ്സ് നമ്മൾ ഇവിടെ കൊടുത്തതിനെ ഫോഴ്സ് തന്നെ അവിടെ ഫസ്റ്റ് കൊടുക്കുന്നു. a force F1 is applied on the master cylinder piston. അല്ലെങ്കിൽ സിലിണ്ടർ പിസ്റ്റൺ എന്ന് മാത്രം എഴുതിയാൽ മതി. ഫോഴ്സ് is applied on the cylinder piston. The second point ആയിട്ട് എഴുതിക്കോ. The pressure is transmitted through the brake fluid. The pressure ആ ഫ്ലൂയിഡ് അല്ലേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. The pressure is transmitted through the brake fluid. എങ്ങോട്ടേക്കായിരിക്കും അത് ട്രാൻസ്മിറ്റ് ചെയ്യുക? നമ്മുടെ സ്റ്റേറ്റ്മെന്റ് എന്താ പഠിച്ചത്? It transmitted എന്താ പഠിച്ച സ്റ്റേറ്റ്മെന്റ്? Equally in all direction. അപ്പൊ എങ്ങനെയായിരിക്കും? The pressure is transmitted through the brake fluid in all direction.
this pressure act on the wheel cylinder എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? പിസ്റ്റൺ ഉള്ള ഒരു സിലിണ്ടറിനെ പറയുന്ന പേരാണ് വീൽ സിലിണ്ടർ. ഇവിടെ നമ്മൾ ഡയറക്ട്ലി പിസ്റ്റൺ ആയിട്ട് പറഞ്ഞു, മറ്റേതിൽ നമ്മൾ എന്താ പറയാ, വീലാണ്. ആ വീലിന്റെ ഉള്ളിലാണ് പിസ്റ്റൺ ഇരിക്കുന്നത്. അപ്പോ എഴുതിക്കോ, ദിസ് പ്രഷർ ആക്ട് ഓൺ ദ വീൽ സിലിണ്ടർ at each wheel. ഇനി ഈ പിസ്റ്റൺ ആണ് എന്ത് ചെയ്യാൻ പോകുന്നത്? വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എഴുതിക്കോ, ദിസ് പിസ്റ്റൺ in the wheel cylinder. മനസ്സിലായോ എന്താ പറഞ്ഞതെന്ന്? മനസ്സിലായില്ല? എവിടെ തൊട്ട് മനസ്സിലായി? ഫസ്റ്റ് തന്നെ ഡ്രൈവർ ഒരു ഫോഴ്സ് കൊടുക്കുന്നു. പ്രഷർ എന്ത് ചെയ്യുന്നു? പ്രഷർ എന്തിലേക്കാ ആക്ട് ചെയ്യുന്നത്? വീൽ സിലിണ്ടറിലേക്ക് ആക്ട് ചെയ്യുന്നു. ആ വീൽ സിലിണ്ടറിന്റെ ഉള്ളിലാണ് എന്തിരിക്കുന്നത്? പിസ്റ്റൺ ഇരിക്കുന്നത്. ആ പിസ്റ്റണിൽ നിന്നല്ല ട്രാൻസ്മിറ്റ് ആവുക. പിസ്റ്റൺ റൊട്ടേറ്റിംഗ് ആ വീലിന്റെ ഉള്ളിലായിരിക്കുന്നത്. മനസ്സിലായോ? ഓക്കെ. വർക്കിംഗ് എന്നോട് പറ. ആദ്യം പോയിന്റ് എഴുതിക്കോ. ദിസ് പിസ്റ്റൺ ഇൻ ദ വീൽ സിലിണ്ടർ push the brake. This piston in the wheel cylinder push the brake against the rotating disc. അതിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിലും റൊട്ടേറ്റിംഗ് ഡിസ്ക് വേറെ ഉണ്ട്. റൊട്ടേറ്റിംഗ് ഡിസ്ക് producing friction. This friction slow down and stop the vehicle. Slow down and stop the vehicle. ഓക്കെ. അപ്പൊ ഫസ്റ്റ് ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഉറക്കം വരുന്നുണ്ടോ? ഉണ്ട്. കണ്ണടച്ചിട്ട് ഇങ്ങനെ തുറന്നാൽ മതി, പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രേക്കിലേക്ക് ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ. ആ ഫോഴ്സിനെ നമ്മൾ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട്. ഫ്ലൂയിഡ് ആണ് എന്ത് ചെയ്യുന്നത്? ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ ശ്രദ്ധിച്ചേ, ഒരു ഫോഴ്സ് കൊടുക്കുന്നു. ഓക്കെ. അപ്പൊ ശ്രദ്ധിച്ചേ, നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ആ ഫോഴ്സ് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവിടെ എന്ത് സംഭവിക്കും? അവിടെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? പ്രഷർ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് എവിടെ ആക്ട് ചെയ്യുന്നത്? ഇതിപ്പോ ബ്രേക്ക് ആണെന്ന് ബ്രേക്ക് അല്ല, ഇത് ആ പെഡലാണെന്ന് വിചാരിക്കുക. ഇതിലേക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുന്നു. ഫോഴ്സ് ആക്ടിങ് പെർ യൂണിറ്റ് ഏരിയ. അവിടെ എന്ത് ഡെവലപ്പായി? പ്രഷർ ഡെവലപ്പായി. അപ്പൊ അവിടെ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് ഒരു പൈപ്പിന്റെ ഉള്ളിൽ ഫ്ലൂയിഡ് ഉണ്ട്. ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യും? നമ്മൾ ആക്ട് ചെയ്ത ഫോഴ്സിന്റെ എഫക്റ്റിൽ ഡെവലപ്പ് ചെയ്ത ആ പ്രഷറിനെ എന്ത് ചെയ്യും? ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ. ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് വീൽ സിലിണ്ടറിലേക്ക് എത്തിക്കും. ആ വീൽ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ ഇരിക്കുന്ന ഒരു സംഭവം. ഓക്കെ. ഒരു വീൽ സിലിണ്ടറിലേക്ക് എത്തിക്കും. ആ വീൽ സിലിണ്ടറിന്റെ ഉള്ളിൽ എന്തുണ്ട്? പിസ്റ്റൺ ഉണ്ട്. ഈ പിസ്റ്റൺ ആണ് ആർക്ക് എഗൈൻസ്റ്റ് ആയിട്ട്? അതായത് റൊട്ടേറ്റിംഗ് വീൽ ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് വീലിന് എഗൈൻസ്റ്റ് ആയിട്ട് ഈ പിസ്റ്റൺ എന്ത് ചെയ്യും? വർക്ക് ചെയ്യും. അപ്പൊ ഒരു ഫ്രിക്ഷൻ വരും. ആ ഫ്രിക്ഷൻ എന്ത് ചെയ്യും? വെഹിക്കിളിനെ സ്റ്റോപ്പ് ആക്കും. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഇത് എന്താ സംഭവിക്കാന്ന് വെച്ചാൽ. നമുക്ക് മെയിൻ ആയിട്ട് വേണ്ട കണ്ടന്റ് നമ്മൾ എവിടെയാണോ ഫോഴ്സ് കൊടുക്കുന്നത്. ഫോഴ്സ് കൊടുക്കുന്ന എവിടെ? ആ പെഡലിൽ ഫോഴ്സ് കൊടുക്കുന്നു. F1 എന്ന് പറയുന്ന ഫോഴ്സ്. ഇതിപ്പോ ലിഫ്റ്റിന്റെ കേസാന്ന് വിചാരിക്കുക. ലിഫ്റ്റ് വിടുക. ഇതിപ്പോ ബ്രേക്ക് ആണെന്ന് വിചാരിക്കുക. ബ്രേക്ക് ആണെങ്കിൽ നമ്മൾ ഇതൊരു പെഡലാണെന്ന് വിചാരിക്കുക. ഈ പെഡലിലേക്ക് F1 ഫോഴ്സ് കൊടുക്കുന്നു. പെർ യൂണിറ്റ് ഏരിയ A1 കൊടുക്കുന്നു. പ്രഷർ ഫോം ചെയ്യുന്നു. ആ പ്രഷർ എന്ത് ചെയ്യുന്നു? ഒരു ലിക്വിഡ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ ലിക്വിഡ് വീൽ സിലിണ്ടറിലേക്ക് എത്തുന്നു. വീൽ സിലിണ്ടറിന്റെ ഉള്ളിൽ പിസ്റ്റൺ ഉണ്ട്. ആ പിസ്റ്റൺ എന്തിന് എഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും? റൊട്ടേറ്റിംഗ് വീലിന് എഗൈൻസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യുന്നു. ആ ഫ്രിക്ഷൻ വെഹിക്കിളിനെ സ്റ്റോപ്പ് ചെയ്യും. അതാണ് കൺസെപ്റ്റ്. ഇനി ഡെറിവേഷൻ ആയിട്ട് ബ്രേക്ക് ചോദിക്കുവാണെങ്കിൽ എന്ത് എഴുതണം? ഇത് തന്നെ എഴുതി വെച്ചേക്കാം. ഇവിടെ നിന്ന് തന്നെ എഴുതാം. ഫിഗർ വേണ്ട, പകരം ഇത്രയും കണ്ടന്റ് കഴിഞ്ഞിട്ട് ഇത്രയും എഴുതി F2 വരെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. രണ്ടിനും സെയിം തന്നെയാണ്. ഇത് തന്നെ രണ്ടിനും എഴുതുക. ഓക്കെ. ഇനി അടുത്ത ഹെഡിങ് കൊടുത്തോ.
streamline flow and turbulent flow. ഓക്കെ, അടുത്തത് ഓക്കെ, ശ്രദ്ധിക്കുക. സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ 2 എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾ തന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് കമ്പയർ ചെയ്ത് ക്യാരക്ടറിസ്റ്റിക്സ് പറയാം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുത്തെന്ന് വിചാരിക്കാം. ഗ്ലാസ് സ്ലൈഡ് ഇല്ലേ, അത് സ്ലൈഡ് അതെടുത്തെന്ന് വിചാരിക്കാം. അതിലേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഹണി ഇട്ടു എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലിസറിൻ. ഗ്ലാസ് സ്ലൈഡ് കണ്ടിട്ടില്ലേ? എന്റെ ഫോൺ. ഓക്കെ, ഇതിന്റെ പുറത്തേക്ക് ശ്രദ്ധിക്ക്. ഇതിന്റെ പുറത്തേക്ക് ആരോന്റെ ഫോൺ വേണം കാണിച്ചു തരാം എക്സാമ്പിൾ. അപ്പൊ ആരോട് ശ്രദ്ധിക്കുമല്ലോ, എന്റെ പറയുമ്പോഴല്ലേ ശ്രദ്ധിക്കാത്ത. ഓക്കെ, ഇതിന്റെ പുറത്തേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ഹണി അല്ലെങ്കിൽ ഗ്ലിസറിൻ ഇട്ടു എന്ന് വിചാരിക്കുക. അതെങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യാന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഹണിയാണ് ഇട്ടിരിക്കുന്നത്, എങ്ങനെയായിരിക്കും ഫ്ലോ ചെയ്യുമെന്ന് വിചാരിക്കാം. ഇനി അതും കമ്പയർ ചെയ്യണം. അതുപോലെ തന്നെ റിവറിലെ വാട്ടർ ഇല്ലേ, ഫാസ്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യണമെന്ന് വിചാരിക്കുക. എന്തായിരിക്കും അത്? രണ്ടും ഒന്ന് കമ്പയർ ചെയ്യുക. പിന്നെ ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പോ എന്തും പറയാം. ഇപ്പൊ ചിമ്മിണി എന്ന് നമുക്ക് എന്താ പറയാ, പുക വന്നത് കണ്ടിട്ടില്ലേ? ചിമ്മിണി എന്നല്ലേ ഇതിനെ പറയാ, ചിമ്മിനി. അതിൽ നിന്ന് മറ്റേ ഇത് വരുന്നത് കണ്ടിട്ടില്ലേ? ഏയ് ശ്രദ്ധിക്ക്. അതിൽ നിന്ന് മറ്റേ ഇത് വരുന്നത് കണ്ടിട്ടില്ലേ? അപ്പോ അത് വിടല്ലെങ്കിൽ ഓക്കെ, ഒന്നെങ്കിൽ അത് കമ്പയർ ചെയ്യാം. ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്തും വരാല്ലോ, അതുകൊണ്ട് ഞാൻ ഒരു ഗ്യാസിന് എക്സാമ്പിൾ ഇട്ടുന്നേ ഉള്ളേ. ഇത് കമ്പയർ ചെയ്താൽ മതി. ഇപ്പൊ ഞാനൊരു ഫ്ലൂയിഡ് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ ഹണിയും ഞാൻ ഇട്ടിട്ടുണ്ട്, പിന്നെ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള ഒരു റിവറും കൺസിഡർ ചെയ്തിട്ടുണ്ട്. രണ്ടും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് എന്തൊക്കെ വ്യത്യാസമാണ് ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാൽ മതി. അതാണ് നമ്മൾ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ എന്ന് പറയുന്നത്. രണ്ടും ആലോചിച്ച് നോക്കുക. ഹണി ആണെങ്കിൽ ഒരു ഡ്രോപ്പ് ഹണി എന്റെ ഫോണിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ നിവേദാനന്ദ പറയട്ടെ ബാക്കി. ഏറ്റവും ഫ്രണ്ടിൽ ഇരുന്ന് രണ്ടുപേരും ഉറങ്ങും. ഞാൻ ശ്രദ്ധിക്കണില്ലെന്നല്ലേ, ബാക്കിയുള്ളവരെ ശ്രദ്ധിക്കണം. ശരിയാ. അപ്പൊ എന്താ സംഭവിക്കുക? ഡിഫറൻസ് പറഞ്ഞോ. എന്തൊക്കെ ഡിഫറൻസ് ആണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തത്? അതായത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഫിസിക്സിലുള്ള കറക്റ്റ് വേർഡ്സ് വേണമെന്നില്ല, നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫറൻസ് ഫീൽ ചെയ്തു അത് പറഞ്ഞാൽ മതി. നീ ടർബുലന്റ് സ്ട്രീം ലൈൻ ഒന്നും പറയണ്ട, ഞാൻ പറഞ്ഞത് വെച്ച് പറഞ്ഞാൽ മതി. ഈ പറഞ്ഞ 2 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ കമ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ട് അങ്ങനെ പറ. നിങ്ങൾ എന്താ പറയാ? അല്ലടാ, നിങ്ങളിപ്പോ എന്താ പറയാ, സ്റ്റേറ്റ്മെന്റ് അങ്ങ് ഫ്രെയിം ചെയ്ത് അതുപോലെ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കണ്ട. നമ്മൾ ജസ്റ്റ് കമ്പയർ ചെയ്ത് പറ. ഇപ്പൊ ഞാൻ പറഞ്ഞ 2 എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ക്യാരക്ടേഴ്സ് ആണ് അതിൽ നിന്ന് പറയാൻ പറ്റുക, അതിന്റെ രണ്ടിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാ? ഒരെണ്ണം ഫ്ലോ ചെയ്യും, ഒരെണ്ണം വെലോസിറ്റി, മറ്റേതിന്റെ വെലോസിറ്റി. ഇപ്പൊ ഫാസ്റ്റ് ഫ്ലോയിങ് ആയിട്ടുള്ള റിവറിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്, വെലോസിറ്റി എങ്ങനെ യൂണിഫോം ആയിരിക്കുമോ? വെലോസിറ്റി യൂണിഫോം ആവണം എന്നില്ല. പക്ഷെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഒരു ഡ്രോപ്പ് ആയിട്ട് കൊടുത്തേക്കുന്നത്, അതിന്റെ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഏകദേശം ഒരു ഹണിയല്ലേ ഫ്ലോ ചെയ്യുന്നത്, ഹണിയുടെ ഒരു ഡ്രോപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ വെലോസിറ്റി ഏകദേശം എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിട്ട് തന്നെ പോകുമായിരിക്കും. പിന്നെ അതിന്റെ ഫ്ലോ എങ്ങനെയായിരിക്കും? ഫ്ലോ എന്ന് ആലോചിച്ച് നോക്കി എങ്ങനെയായിരിക്കും? ഭയങ്കര സ്റ്റഡി ആയിട്ടായിരിക്കത്തില്ല അത് പോവുക, അല്ലെ? ജസ്റ്റ് ഇങ്ങനെ സ്റ്റഡി, നമുക്ക് കാണാൻ പറ്റത്തില്ല. ആ ഒരു ഡ്രോപ്പ് ഇങ്ങനെ സ്റ്റഡി ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്ത് പോവുക. പക്ഷെ മറ്റേ കേസ് നോക്കാനാണെങ്കിൽ എങ്ങനെയായിരിക്കും? അതിന്റെ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറഗുലർ ആയിട്ടായിരിക്കും പോവുക. അതൊക്കെ തന്നെയാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയാ. സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോ എന്ന് പറഞ്ഞാൽ സ്റ്റഡി ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. അതുപോലെ വെലോസിറ്റി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? യൂണിഫോം ആയിട്ട് പോകും. പക്ഷെ മറ്റേ കേസ് നോക്കാനാണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇറഗുലർ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. വെലോസിറ്റി ഒന്നും കോൺസ്റ്റന്റ് ആയിരിക്കത്തില്ല. പല പോയിന്റിലും പല വെലോസിറ്റി ആയിരിക്കും, ഫിക്സ്ഡ് ആയിരിക്കത്തില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ്. അപ്പൊ എഴുതിക്കോ, ഹെഡിങ് എഴുതി വെച്ചാ.
when a fluid, heading ഞാൻ പറയാം, ഇവിടെ തുടങ്ങിക്കോ. when a fluid ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാന്നാ ഞാൻ പറയുന്നത്. എഴുതി വെച്ചായിരുന്നു, അത് കുഴപ്പമില്ല. ആ സെന്റൻസ് കട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതിന്റെ സൈഡിൽ എടുത്ത് എഴുതി വെച്ചോ. when a fluid ഫ്ലൂയിഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? എയർ ആവാം, വാട്ടർ ആവാം, എന്ത് വേണല്ലോ, ഓയിൽ ആവാം. അപ്പൊ when a fluid flows, it can move in two main ways. ഏതൊക്കെയാ വരാ? സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഒരു ഫ്ലൂയിഡിനെ നമുക്ക് തന്നെ ഇനി കമ്പയർ ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ നമുക്ക് അത് കമ്പയർ ചെയ്ത് പറയാൻ പറ്റും, ടർബുലന്റ് ആണോ സ്ട്രീം ലൈൻ. നമുക്കിപ്പോ കാണുമ്പോൾ മനസ്സിലാവും ഏതൊക്കെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഫ്ലോ ഓഫ് ഹണി ഓർ ഗ്ലിസറിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന് ജസ്റ്റ് ആലോചിച്ച് നോക്കാം, അല്ലെങ്കിൽ ഇനി കാണുമ്പോൾ കണക്ട് ചെയ്ത് നോക്കാം. എങ്ങനെ നമുക്ക് കണക്ട് ചെയ്യാം? ആ ഫ്ലോ എന്ന് പറയുന്ന സ്ട്രീം ലൈൻ ആണോ ടർബുലന്റ് ആണോ? ഇപ്പൊ നമ്മൾ രണ്ട് റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു അല്ലെ. പാസ്കൽസ് ലോ നമ്മൾ കണക്ട് ചെയ്ത് പറഞ്ഞില്ലേ. ഹൈഡ്രോളിക് ലിഫ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ള സംഭവം, അതിൽ വരുന്ന ആപ്ലിക്കേഷൻ ഏതാണ്? പാസ്കൽസ് ലോയാ വരിക. ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ എന്താ പറയാ, ലിക്വിഡിന്റെ ഫ്ലോ ഏത് ലിക്വിഡിന്റെ ഫ്ലോ ആയാലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. രണ്ട് ടൈപ്പ് ഫ്ലോ ആണ് മെയിൻ ആയിട്ട് വരിക. ഒന്നില്ലെങ്കിൽ എന്തായിരിക്കും, സ്ട്രീം ലൈൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ടർബുലന്റ് ആയിരിക്കും. അപ്പൊ ലിക്വിഡിനും വരാം, ഗ്യാസിനും വരാം. അപ്പൊ നമ്മളിത് കമ്പയർ ചെയ്ത് നോക്കുക, എങ്ങനെയാ വരുന്നതെന്ന് നോക്കുക. അപ്പൊ ഇനി കാണുമ്പോഴത്തേക്കും ഏത് ഫ്ലോ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനെങ്കിലും നോക്കുക. ഓക്കെ, അപ്പൊ എഴുതിക്കോ സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ഫസ്റ്റ് വൺ സ്ട്രീം ലൈൻ എഴുതിക്കോ. സ്ട്രീം ലൈൻ, a fluid is said to be in streamline flow. Said to be in streamline flow. സ്ട്രീം ലൈൻ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ഇംപെർഫെക്ഷൻസ് ഒന്നുമില്ല, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്ലോ ആയിട്ട് വേണം കാണിക്കാൻ. ജസ്റ്റ് ഇത് ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരിക്കും, സ്റ്റഡി ആയിരിക്കും. പാർട്ടിക്കിൾസ് എല്ലാം ആ ഒരു ഫ്ലോയിലുള്ള, ഇപ്പൊ ഹണി ഫ്ലോ ചെയ്യുവാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് ആലോചിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പാർട്ടിക്കിൾസ് എല്ലാം എങ്ങനെയായിരിക്കും. പാർട്ടിക്കിൾസ് എല്ലാം ഓർഡർലി ആയിട്ടായിരിക്കും പാർട്ടിക്കിൾസിന്റെ മൂവ്മെന്റ് ഉണ്ടാവുക. പക്ഷെ മറ്റേ കേസിൽ വരുമ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് ആയിരിക്കത്തില്ല. എങ്ങനെ വേണേലും നമുക്ക് കാണിക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റെഗുലർ ആയിട്ടായിരിക്കും പോവുക. എവിടെ വരെ എഴുതി? A fluid said to be in streamline flow when the fluid particles move in smooth regular path or layers. ഇവിടെ നോക്കിക്കേ, ഡിഫറെന്റ് ഒരു ലിക്വിഡിന് പല പല ലെയർ ഉണ്ടെന്നപ്പോ വിചാരിക്കാം. അപ്പൊ ഒരു ലിക്വിഡിന്റെ ആ ഒരു ഡ്രോപ്പ് ഓഫ് ഹണി ഫ്ലോ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ കുറെ ലെയേഴ്സ് ഉണ്ടാവും. ഒരു ലെയർ അല്ല, കുറെ ലെയേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. സർഫസ് ടെൻഷൻ ഒക്കെ പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. എന്നാലും ജസ്റ്റ് ആലോചിച്ച് നോക്കാം, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ഒരു ഡ്രോപ്പിൽ തന്നെ കുറെ ലെയേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. സ്ട്രീം ലൈൻ ഫ്ലോയുടെ കേസ് വരുമ്പോഴത്തേക്ക് ഞാൻ വരച്ചേക്കണം എങ്ങനെ, ലെയേഴ്സ് തമ്മിൽ കൂട്ടിമുട്ടിയിട്ടുണ്ടാവും. ഇവിടെ ഈ ഫിഗർ ഒന്ന് മനസ്സിലേക്ക് വരാം. ലെയേഴ്സ് തമ്മിൽ ദർ ഇസ് നോ മിക്സിംഗ് ബിറ്റ്വീൻ ദീസ് ലെയേഴ്സ് തമ്മിൽ മിക്സ് ആവത്തില്ല. പക്ഷെ ഞാൻ ഇവിടെ വരച്ചേക്കണം നോക്കിക്കേ, ലെയേഴ്സ് എങ്ങനെയാ വന്നേക്കുന്നത്? എല്ലാം കൂടെ മെസ്റ്റപ്പ് ആയിട്ടാണ് വന്നേക്കുന്നത്. ലിക്വിഡ് ഒക്കെ എങ്ങനെ, ലെയർ എല്ലാം എങ്ങനെയാ വന്ന് നിൽക്കുന്നത്? മിക്സ്ഡ് ആയിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ എഴുതിക്കോ ഇവിടെ ദർ ഇസ് നോ മിക്സിംഗ് ബിറ്റ്വീൻ അഡ്ജസന്റ് ലെയേഴ്സ്. ദർ ഇസ് നോ മിക്സിംഗ്. സ്ട്രീം ലൈൻ്റെ തന്നെ ദർ ഇസ് നോ മിക്സിംഗ് occurs between adjacent layers. ഞാൻ സ്ട്രീം ലൈൻ്റെ തന്നെയാണ് എല്ലാം പറഞ്ഞു പോകുന്നത്. there is no mixing occur between adjacent layers. each particle, ഇനി ഇതിലുള്ള ഓരോ പാർട്ടിക്കിളും എങ്ങനെയായിരിക്കും? ഫിക്സ്ഡ് പാത്ത് ആയിരിക്കും. കറക്റ്റ് ആയിട്ട് ആ പാത്ത് തന്നെ ഫോളോ ചെയ്യും. each particle follows a fixed path. Flow is orderly and steady. Velocity at any point remain constant with the time.
remain velocity at any point remain constant with the time. എവിടെ വരെ എത്തി? Each particle follows a fixed path at any velocity at any point remain constant with the time. ഇനി അടുത്ത പോയിന്റ് വെലോസിറ്റിയുടെ സ്പീഡ്. ഞാൻ പറഞ്ഞു സ്പീഡ് എങ്ങനെയായിരുന്നു? കുറവായിരുന്നു അല്ലേ? മറ്റേതിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിന്റെ സ്പീഡ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും. അപ്പൊ occurs at low velocity in a narrow tube. എക്സാമ്പിൾ എന്തെങ്കിലും എഴുതി വെച്ചോ. ഫ്ലോ ഓഫ് ഓയിൽ ത്രൂ എ നാരോ പൈപ്പ്. അതുപോലെ ഫ്ലോ ഓഫ്, നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എഴുതിയാൽ മതി. ഫ്ലോ ഓഫ് ഹണി ഓർ ഗ്ലിസറിൻ, അതാണ് കൂടുതൽ ഓർത്ത് വെക്കാൻ ഈസി. ഫ്ലോ ഓഫ് ഹണി ഓർ ഗ്ലിസറിൻ. ഓക്കെ, അപ്പൊ സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുമ്പോൾ മനസ്സിൽ പറയുമ്പോൾ തന്നെ എന്താ ഓർമ്മ വരേണ്ടത്? സ്ട്രീം ലൈൻ ഫ്ലോ എന്ന് പറയുമ്പോൾ തന്നെ എന്താ ഓർമ്മ വരണം? ഹണി ഫ്ലോസ് ചെയ്യുന്ന ഓർമ്മ വരിക. അപ്പൊ എ ഫ്ലോ ഈസ് സെയ്ഡ് ടു ബി സ്ട്രീം ലൈൻ. കണ്ടീഷൻ എന്താ പറയാ? സ്മൂത്ത് ആയിരിക്കും. അതുപോലെ തന്നെ there is no mixing between adjacent layers. പിന്നെ പാർട്ടിക്കിൾസിന്റെ പാത്വേ എങ്ങനെയായിരിക്കും? ഫിക്സ്ഡ് പാത്വേ ആയിരിക്കും. പിന്നെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? ഓരോ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ സ്പീഡ് പറയാനാണെങ്കിൽ എങ്ങനെയായിരിക്കും? സ്ലോ ആയിരിക്കും. പിന്നെ ഏതെങ്കിലും പോയിന്റ് പറയാൻ പറ്റുമോ? ഓർഡർലി ആണ്. അതുപോലെ തന്നെ സ്റ്റഡി പാത്ത് ആണ്. പിന്നെ ഇത്രയും മതി മനസ്സിലാക്കി വെക്കാൻ. ഇനി ഇത് ഈ ഫിഗർ കൂടെ വരച്ചു വെച്ചേ. കറക്റ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് പാരലൽ ലൈൻസ് വരച്ചു വെച്ചാൽ മതി. ചെറിയ ചെറിയ ആരോസ് വേണമെങ്കിൽ അങ്ങനെ കാണിച്ചു. ഇനി അടുത്തത് പടം വരക്കണം. എന്നാലേ മറന്നു പോകാതിരിക്കുള്ളൂ, അല്ലെങ്കിൽ കറക്റ്റ് വിട്ടുപോകാൻ ചാൻസ് ഉണ്ട്. വേഗം ടൈം ആയല്ലേ? ടർബുലന്റും കൂടെ പറഞ്ഞിട്ട് പോവാം. അപ്പൊ ആ ടോപ്പിക്ക് തീർന്നല്ലേ, പിന്നെ ഞാൻ ടർബുലന്റ് അടുത്തതിൽ പറയേണ്ടി വരും. വേഗം എഴുതിക്കോ. എ ഫ്ലോ ഈസ് സെയ്ഡ് ടു ബി ഇൻ ടർബുലന്റ്. സ്ട്രീം ലൈൻ കഴിഞ്ഞില്ലേ? ഇനി ടർബുലന്റ് എഴുതിക്കോ. എ ഫ്ലോ ഈസ് സെയ്ഡ് ടു ബി ഇൻ ടർബുലന്റ്. നിങ്ങൾ തന്നെ പറഞ്ഞേ, കമ്പയർ ചെയ്ത് പറഞ്ഞേ. മറ്റേത് എങ്ങനെയായിരുന്നു? എ ഫ്ലോ ഈസ് സെയ്ഡ് ടു ബി ഇൻ സ്ട്രീം ലൈൻ. പാർട്ടിക്കിൾസ് എങ്ങനെയായിരുന്നു? സ്മൂത്ത് ആയിരുന്നു. അതുപോലെ തന്നെ ദർ ഇസ് നോ മിക്സിംഗ് ബിറ്റ്വീൻ ദ ലെയേഴ്സ്. അപ്പൊ അവിടെ സ്മൂത്ത് ആണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? റഫ് ആയിരിക്കും, ഇറഗുലർ ആയിരിക്കും. അപ്പൊ ഇറഗുലർ ആൻഡ് മിക്സ്ഡ് ഇൻ ഓൾ ഡിറക്ഷൻ. ഇറഗുലർ ആൻഡ് മിക്സ്ഡ് ഇൻ ഓൾ ഡിറക്ഷൻ. മറ്റേത് ഇനി അടുത്തത് വെലോസിറ്റിയും ഡയറക്ഷനും എങ്ങനെയായിരിക്കും? അതിന്റെ കോൺസ്റ്റന്റ് ആയിരിക്കോ വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ? അല്ല. അപ്പൊ എഴുതിക്കോ. വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. വെലോസിറ്റി ആൻഡ് ഡയറക്ഷൻ ഓഫ് ഫ്ലോ ചേഞ്ചസ് കണ്ടിന്യൂസ്ലി. occur at high velocity or in a large pipe. നാരോ പൈപ്പിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ സ്ട്രീം ലൈൻ ഫ്ലോ ആയിരിക്കും. പക്ഷെ ഒരു ലാർജ് പൈപ്പിൽ കൂടെയാണ് പോകുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? നല്ല പ്രഷറിലാണ് വരുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? മിക്സിംഗ് നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ എഴുതിക്കോ. occur at high velocity or in large pipe. എക്സാമ്പിൾ എഴുതി വെച്ച എക്സാമ്പിൾ എന്താ? നമ്മൾ പറഞ്ഞ തന്നെ എഴുതിയാൽ മതി. ഫാസ്റ്റ് ഫ്ലോയിങ് റിവർ വാട്ടർ. എക്സാമ്പിൾ large pipes. Example fast flowing river water. പിന്നെ ഒരെണ്ണം കൂടെ വേണമെങ്കിൽ എയർ ഫ്ലോ അറൌണ്ട് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസ്. അതുകൂടെ എഴുതിക്കോ. എയർ ഫ്ലോ അറൌണ്ട് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസ്. ഫിഗറും വരച്ചു വെക്കണേ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബെർണോളിസ് ചെയ്യാൻ തുടങ്ങാം. അപ്പൊ എയർ ഫ്ലോ ഓഫ് ഫാസ്റ്റ് മൂവിംഗ് വെഹിക്കിൾസ്.
ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ഇത്രയും പഠിച്ചിട്ട് വന്നാലേ എനിക്ക് ബെർണോളിസ് തിയറം തുടങ്ങാൻ പറ്റുള്ളൂ. ബെർണോളിസ് തിയറത്തില് സ്ട്രീം ലൈൻ ഫ്ലോ എന്താണെന്ന് പറയാനുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് പഠിച്ചിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ബെർണോളിസ് തുടങ്ങാന്ന് ഞാൻ ഓർത്ത. എടുത്തു വെക്കല്ലേ, ഒരു കാര്യം പറഞ്ഞോട്ടെ. വെച്ചോ മൈൻഡ് ഉണ്ടായാ മതി. ബുക്ക് വെച്ചോ. ഓക്കെ, അപ്പൊ എന്താ പഠിച്ചേന്ന്? ശ്രദ്ധിച്ചേ, കുറച്ചു നേരം കൂടെ ശ്രദ്ധിക്ക്. ഓക്കെ, നമ്മൾ എന്താ പഠിച്ച പാസ്കൽസ് ലോ ഒരാൾ പറഞ്ഞേ. ഗായത്രി പറയും പാസ്കൽസ് ലോ പറയും. എന്താ പഠിച്ച പാസ്കൽസ് ലോ? അടുത്ത whenever an external pressure ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാൻ പറയിപ്പിക്കൂട്ടാ. നിങ്ങളെ കൊണ്ട് സംസാരിക്കണവരെ കൊണ്ട് പറയിപ്പിക്കുവേ. ട്രാൻസ്മിറ്റ് ഇൻ ഓൾ ഡിറക്ഷൻ. ഓക്കെ, പാസ്കൽസ് ലോ പറഞ്ഞു. ഇനി ദിയക്ക് പറയാൻ പറ്റുമോ പാസ്കൽസ് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ എന്താ നമ്മൾ പഠിച്ച? പാസ്കൽസ് ലോ എവിടെ ഡെയിലി ലൈഫിൽ അപ്ലൈ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. കണക്ട് ചെയ്ത് പറ. ഹൈഡ്രോളിക്, അടുത്ത അക്സ പറഞ്ഞു. എന്തായാലും പറഞ്ഞാല് ഹൈഡ്രോളിക് ലിഫ്റ്റും പിന്നെ ഇനി വിമല് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറഞ്ഞേ. എന്താ വർക്ക് ചെയ്യണേ ഹൈഡ്രോളിക് ലിഫ്റ്റ്? ഹൈഡ്രോളിക് ലിഫ്റ്റ് സംസാരിക്കല്ലേ, അടുത്തത് പറയിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ കേട്ടോ. പറ, നീ സ്ട്രീം ലൈൻ പറയേണ്ടി വരുവേ. ആലോചിച്ചു ഇപ്പൊ തന്നെ. പ്രഷർ അപ്ലൈഡ് ഓൺ വൺ എൻഡ്. അപ്പൊ എന്ത് സംഭവിച്ചു? പ്രഷർ അല്ല, ഫോഴ്സ് അപ്ലൈഡ് ഓൺ വൺ എൻഡ്. അപ്പൊ പ്രഷർ ഫോം ചെയ്യും. ദാറ്റ് പ്രഷർ എന്ത് ചെയ്യും? ഈക്വലി ട്രാൻസ്മിറ്റ് ഇൻ ഓൾ ഡിറക്ഷൻ. ഓക്കെ, എന്റെ എയിലാണോ ബിയിലാണോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക പ്രഷർ? സോറി, ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് എന്റെ എയില്. ഇനി ഇക്വേഷൻ എന്താ വരാ? F2ന്റെ ഇക്വേഷൻ എന്താ വരാ? ഇനി അടുത്തത് ഹൈഡ്രോളിക് ബ്രേക്ക്. നീ പറയും. അതെ, ജസ്റ്റ് മനസ്സിലായി പറഞ്ഞാൽ മതി. എന്റെ പെഡല്ല, എന്റെ ഫോഴ്സ് ഈസ് അപ്ലൈഡ് ഓൺ ദ പെഡൽ. ഓക്കെ, അത് ഡെറിവേഷൻ വന്നാൽ എന്തെന്നെ എഴുതണം? മറ്റേത് തന്നെ എഴുതണം കേട്ടോ. ഇനി ഫ്ലൂയിഡിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഏതൊക്കെ ടൈപ്പ് ആണ് ഉള്ളത്? ഫ്ലൂയിഡ് ഏതൊക്കെ ടൈപ്പാ വരിക? സ്ട്രീം ലൈൻ ഫ്ലോ ആൻഡ് ടർബുലന്റ് ഫ്ലോ. ആരോൺ പറയും. സ്ട്രീം ലൈൻ ഫ്ലോ ഫ്ലോയും എപ്പോഴാണ് നമ്മളൊരു ഫ്ലോ ഈസ് സെയ്ഡ് ടു ബി എ സ്ട്രീം ലൈൻ എന്ന് പറയാ? പറയും. കുഴപ്പമില്ല, ഇല്ലല്ലോ ഫെയിലും പറഞ്ഞിട്ടോ. ഡെഫിനിഷൻ ആയിട്ട് പറ കറക്റ്റ്. A fluid is said to be streamline. എപ്പോഴാ? കണ്ടീഷൻ എന്താ? റഫ് ആയിരിക്കോ, ഇറഗുലർ ആയിരിക്കോ, സ്മൂത്ത് ആയിരിക്കോ? സ്മൂത്ത് ഓപ്ഷൻ ചൂസ് ചെയ്യണം. ഓക്കെ, പിന്നെ അടുത്തൊരു പോയിന്റ് അനല പറഞ്ഞു. അടുത്തൊരു പോയിന്റ് സ്ട്രീം ലൈൻ ഫ്ലോയുടെ ഓരോ പോയിന്റ് ഓർത്ത് വെച്ചോ. എന്നിട്ട് പറയാം. വിസ്മയ ഒരെണ്ണം പറയാം, എന്നിട്ട് പോ. ഇല്ല, ഒന്നും പറയാം. റെഗുലർ ഫ്ലോ. അടുത്ത അനല ഒരെണ്ണം പറഞ്ഞു കൊടുത്തേന്ന്. അനലല്ല, ഐതൊരെണ്ണം പറഞ്ഞു കൊടുക്ക്. പെർഫെക്റ്റ്. എന്തോരം പോയിന്റ്സ് പറഞ്ഞിട്ട് ഒരാള് പോലും പെർഫെക്റ്റ് ആയിട്ട് പറയണേ. ലോ വെലോസിറ്റി, അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു പോയിന്റിലേക്ക് എത്തിക്കും. അടുത്തത് നോ മിക്സിംഗ് ബിറ്റ്വീൻ ലെയേഴ്സ്. അടുത്തത് ഇനി ടർബുലന്റ്. സയോൺ പറഞ്ഞേ. സയോൺ ഇപ്പൊ ഫുള്ള് ടർബുലന്റ് പറഞ്ഞ ഇവരെല്ലാരെയും വിടും ഇപ്പൊ അങ്ങോട്ട്. സോഫ് ചെയ്തു.